നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് മുൻഷിയാരുടെ കാവൽ മാലാഖയായി അറിയപ്പെടുന്ന നന്ദാദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ മുൻഷിയാരിയിലെ മൂന്നാമത്തെ പ്രഭാതമാണ്. സത്യത്തിൽ ഇന്നാണ് ശരിക്കും ഈ പർവ്വതനിരകളെ ഒന്ന് കാണാൻ കഴിയുന്നത്. ഓരോ ദിവസവും കാർമേഘം വന്ന് ഇതിനെ മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സൗന്ദര്യമാണ് ഈ പർവ്വതനിരകൾക്കെന്ന് നോക്കിയേ. സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. വെള്ള കീറുന്ന സമയം. സൂര്യപ്രഭയിൽ മഞ്ഞു വീണിടക്കുന്ന ഈ പാഞ്ചോളി പർവ്വതനിരകൾ കുറച്ചൊക്കെ മറയുന്നുണ്ട്. എന്നാലും പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യമാണെന്ന് ഈ കാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രാവിലെ ഹോം സ്റ്റേയിലെ ഞങ്ങളുടെ അമ്മ ഇവിടെ തുണി കഴുകുന്ന തിരക്കിലാണ്. ഈ ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ടില്ലേ? ഈ വെള്ളം ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും തണുപ്പ് മാസങ്ങളിൽ ഈ പൈപ്പ് ഓഫ് ചെയ്ത് ഇടാറില്ല. കാരണം ഓഫ് ചെയ്തിട്ടാൽ അത് മൊത്തം ഫ്രീസായിട്ട് പിന്നെ അവർക്ക് വെള്ളം കുടിക്കുന്നത് നല്ല പണിയായിരിക്കും. രാവിലെ തന്നെ എൻ്റെ ഹോം സ്റ്റേ ഉടമയായ സ്ത്രീ അയൽക്കാരിയുമായി കൊച്ചുവർത്താനം പറയുകയാണ്. ഹിമാലയത്തെ സാക്ഷിയാക്കി ഇങ്ങനെ കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു നിൽക്കാനും ഒരു പ്രത്യേക സുഖമാണ്. രാവിലെ തന്നെ അടുത്ത വീട്ടിലെ പ്രായമായ സ്ത്രീ ഒരു പറ്റം ആടുകളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആടുകളൊക്കെ അവിടെ കാണുന്ന പച്ചപ്പിൽ മേയുന്നുണ്ട്. ആടുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഗൃഹനാഥയോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആടു വളർത്തൽ ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ടൂറിസമൊക്കെ അങ്ങനെ കടന്നു വരുന്നതേ ഉള്ളൂ മുൻഷിയാരിയിലേക്ക്. രാവിലത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് മുൻഷിയാരി ടൗണിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന നന്ദാദേവി ടെമ്പിളിലേക്കാണ്. സ്ഥലങ്ങളൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പതുക്കെ നടന്നു പോകാമെന്നാണ് എൻ്റെ തീരുമാനം. 50,000-ഓടടുത്താണ് മുൻഷിയാരിയിലെ ജനസംഖ്യ. മലകളുടെ താഴ്വാരങ്ങളിൽ കൃഷിയും മറ്റും ചെയ്ത് ജനങ്ങൾ അങ്ങനെ കൂട്ടായാണ് താമസിക്കുന്നത്. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എൻ്റെ യാത്ര തുടരാമെന്ന് ഞാൻ തീരുമാനിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ആലു പൊറോട്ട ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് റോഡിൻ്റെ നേരെ എതിർവശത്തിരുന്ന് ഈറുകൾ കൊണ്ട് ഇങ്ങനെ വീട്ടിലെ കുട്ടകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ ഞാൻ കണ്ടത്. നേരെ അങ്ങോട്ട് പോയി അയാളെ പരിചയപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവരൊക്കെ എന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകവും തോന്നി. ഇത്രയേ ഉള്ളൂ ഈ കട. ഇവിടെ നിന്ന് കൃഷി മുള ഈറ ഇങ്ങനെ നീളത്തി എടുക്കുകയാണ്. അപ്പം നാം കേ ഹരീഷ് കുമാർ. ഹരീഷ് കുമാർ എന്നാണ് കൃഷിയുടെ പേര്.
ഇവിടെ ഈ ഹിൽസിൽ ജീവിക്കാൻ വലിയ വകുപ്പുകളൊന്നുമില്ല. അപ്പം കണ്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇൻകം വെച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. इससे क्या बनाएंगे? टोकरी. अच्छा, ये सब आप बनाया हुआ है? अच्छा, वो दिन से बंद. കൃഷി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഉണ്ടല്ലേ. ഇരിക്കുന്ന കൊട്ടയും ഇതൊക്കെ ഈ ഈർച്ച കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. अच्छा, गांव में इसका बहुत डिमांड है ना इधर. हाँ, ये मतलब एक टोकरी बनाने में कितना टाइम लगता है? ഓ, അച്ഛാ. ഈ ഇരിക്കുന്ന കൊട്ട ഉണ്ടാക്കാൻ, ഈ അടപ്പുള്ള ഇതുണ്ടാക്കാൻ, ഈ ബാസ്കറ്റ് ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് ഒരു ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതുള്ള ചെറിയ ചെറിയ ഇതൊക്കെയാണെങ്കിൽ അര ദിവസം. ഓ, കിतना रुपये में बेचता है वो टोकरी? 600 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. മൊത്തം ഇൻകം. അച്ഛാ, ഓ 100-200 रुपये वाला है. ആ ബാസ്ക്കറ്റ് 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 600 രൂപയ്ക്ക് ഹിമത്തിൽ കട തുറക്കുന്ന ദിവസങ്ങളിൽ 300 രൂപയിൽ കൂടുതലൊന്നും മഹേഷ് കുമാർ ഉണ്ടാക്കാറില്ല. മഹേഷ് കുമാറിൻ്റെ ഈ കടയോട് ചേർന്ന് തന്നെ അയാളൊരു ചിക്കൻ ഷോപ്പ് നടത്തുന്നുണ്ട്. രാവിലെയും വൈകിട്ടും തുറക്കുന്ന ഈ ചിക്കൻ ഷോപ്പിൽ നിന്നും അയാൾ കുടുംബത്തെ പോറ്റാനുള്ള ചെറിയ വരുമാനം കണ്ടെത്താറുണ്ടെന്ന് പറഞ്ഞു. ഹിമാലയത്തിലെ ഒരു ആവറേജ് ഗ്രാമീണൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് കഴിക്കുവാൻ ആലു പൊറോട്ടയും അതിൻ്റെ കൂടെ ചുവന്ന നിറമുള്ള മുളകൊക്കെ ഇട്ട ഒരു ചട്നിയും എത്തി. ചട്നി കൂടാതെ കടലക്കറിയുമുണ്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ. പൊറോട്ടയുടെ കൂടെ ഒരു ചായയും അകത്താക്കിയിട്ട് ഞാൻ പതുക്കെ എൻ്റെ നടത്തം തുടർന്നു. മുൻഷിയാരി ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് നന്ദാദേവി ടെമ്പിളിലേക്ക് നടന്നു പോകുവാൻ. മുൻഷിയാരിയിലെ ചെറിയ ടാക്സി സ്റ്റാൻഡിൽ കുറച്ച് ജീപ്പുകൾ കിടപ്പുണ്ട്. ജീപ്പുകളാണ് ഇവിടുത്തുകാരുടെ പ്രധാനമായ യാത്രാമാർഗം. ബസ്സുകൾ തീരെ കുറച്ചേ ഉള്ളൂ. നഗരത്തിൻ്റെ ഒരു കോണിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു പ്രതിമ. ആ പ്രതിമയെ കണ്ടിട്ട് ഞാൻ മുന്നോട്ട് നടന്നുപോയി എൻ്റെ ലക്ഷ്യസ്ഥാനമായ നന്ദാദേവി ടെമ്പിളിലേക്ക്. റോഡിൻ്റെ രണ്ട് വശമായി നീളത്തിലങ്ങനെ മാർക്കറ്റ് കിടക്കുന്നു. വലിയ മാർക്കറ്റൊന്നുമല്ല, അധികം ജനസംഖ്യയില്ലല്ലോ മുൻഷിയാരിയിൽ. അപ്പോൾ ഇവിടുത്തുകാർക്കും വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾക്കും വേണ്ടിയുള്ള മാർക്കറ്റാണ് ഇത്. സാധാരണ ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണത്തിലും കാണുന്ന വൃത്തിഹീനത ഇവിടെയും കാണുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ചില ഭാഗത്തൊക്കെ പഴയ കെട്ടിടങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 100-200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും ഇതൊക്കെ. റോഡിൻ്റെ ഒരു വശത്ത് ഹിമാലയത്തിൽ സാധാരണ കണ്ടുവരുന്ന ബോട്ടിയ വർഗത്തിൽപ്പെട്ട ഒരു നായ അങ്ങനെ കിടപ്പുണ്ട്. കുറച്ച് പ്രാഞ്ച് എന്ന നായയാണിത്. ആട്ടിടയന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായവർഗമാണിത്. ആടുകളുടെ കൂടെ ഈ നായവർഗം എപ്പോഴും കൂടെ കാണും. ഒരു ഒറിജിനൽ ബോട്ടിയ ബ്രീഡിന് 25,000 രൂപയിലധികം വിലയുണ്ട്. ഇത് മുൻഷിയാരിയിലെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. മെയ്-ജൂൺ മാസങ്ങളിൽ ഇവിടെ വെച്ച് പല ഫുട്ബോൾ മത്സരങ്ങളും നടക്കാറുണ്ടെന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു. മഞ്ഞുമലകൾ അതിരിടുന്ന ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അരികിലിരുന്ന് കളികൾ കാണാൻ എന്ത് രസമായിരിക്കും. കോവറുകഴുതുകളെ കണ്ടില്ലേ? ഇത് ഈ പർവ്വതപ്രദേശങ്ങളുടെ ഒരു മെയിൻ കാഴ്ചയാണ്. ഇവിടെ ഭാരം മൊത്തം വഹിക്കുന്നത് ഈ കോവറുകഴുതകളാണ്. ഒരു കോവറുകഴുതയുടെ വിലയിൽ തന്നെ 40,000-50,000 രൂപയ്ക്ക് വിലയുണ്ട്.
ഇവിടെ പലപ്പോഴും ഗ്രാമങ്ങളിലെ കല്യാണം ആലോചിക്കുമ്പോൾ അവരുടെ വീട്ടിൽ എത്ര കോവർഗഴുതകളുണ്ട് അല്ലെങ്കിൽ എത്ര ആടുകളുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ വിവാഹം പോലും നിശ്ചയിക്കുന്നത്. ഒരു ദിവസം ഇതിൻ്റെ വാടക എന്ന് പറയുന്നത് 700-800 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ആയുസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 40 വർഷം ഉണ്ടെന്നാണ് ഇവിടുത്തെ പറഞ്ഞത്. മനോഹരമായ ഭൂപ്രകൃതിയുള്ള മുൻഷിയാരിയെ ലിറ്റിൽ കാശ്മീർ എന്ന് ഇവിടുത്തുകാർ വിളിക്കാറുണ്ട്. ഈ ലോകം മുഴുവനും പകുതി മുൻഷിയാരിയിൽ ഒതുങ്ങുമെന്നാണ് ഇവിടുത്തുകാരുടെ ചെല്ല്. മുൻഷിയാരിയിൽ പ്രധാനമായും ശൗക്യ, ബോട്ടിയ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളാണ് താമസിക്കുന്നത്. ഇവരുടെ ജീവിതശൈലി വളരെ ലളിതമാണ്. കൃഷിയും മറ്റുള്ള ആടുവളർത്തലുമൊക്കെയാണ് ഇവരുടെ പ്രധാനമായ വരുമാന മാർഗങ്ങൾ. വിനോദസഞ്ചാരികളെ ഇവർ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. പ്രകൃതിയെ ധാരാളം സ്നേഹിക്കുന്ന ആൾക്കാരാണ് മുൻഷിയാരിയിലുള്ളത്. ഇൻഡോ ടിബറ്റൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രാമം പണ്ടുകാലത്തെ ഒരു പ്രധാന വ്യാപാര മാർഗമായിരുന്നു. ഇന്ന് അത് ട്രക്കർമാരുടെയും പ്രകൃതി സ്നേഹികളുടെയും സ്വപ്നലോകമായി മാറിയിട്ടുണ്ട്. ഈ വഴികളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന പോലെ തോന്നും. പരിസരം, ശുദ്ധമായ കാറ്റ്, പക്ഷികളുടെ ശബ്ദം, മലകളുടെ കാഴ്ച എല്ലാം ഒരുപാട് ആത്മീയത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ്. മുൻഷിയാരിയിലേക്കുള്ള ഓരോ വഴിയും പ്രകൃതിയുടെ ഒരു പുതിയ രൂപമാണ് തുറന്നു കാണിക്കുന്നത്. മരച്ചില്ലുകളുടെ നടുവിലൂടെ കാറ്റ് കടന്നു പോകുന്നത്, പകലിൻ്റെ വെളിച്ചം പകർത്തുന്ന ഹിമപാതങ്ങൾ, പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ താഴ്വരകൾ എല്ലാം ഒരേ സമയം മനസ്സിന് ശാന്തിയും ആവേശവും നൽകുന്നു. അങ്ങനെ നടന്ന് ഞാൻ നന്ദാദേവി ടെമ്പിളിൻ്റെ വാതിൽക്കലെത്തി. മുൻഷിയാരി മാർക്കറ്റിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരമുണ്ട് നന്ദാദേവി ടെമ്പിളിലേക്ക്. ചെറിയൊരു കാട്ടിലൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വേണം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ. നന്ദാദേവിയെ കുമ്മയോണിൻ്റെയും ചമ്മോലിയുടെയും രക്ഷാദേവിയായിട്ടാണ് ഇവിടുത്തുകാർ വിശ്വസിച്ചു വരുന്നത്. ഇവിടുത്തെ ആദിവാസികളും നാട്ടുകാരുമൊക്കെ അവരുടെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് നന്ദാദേവിയോടാണ്. സ്ത്രീശക്തിയുടെ പ്രതീകമായിട്ടാണ് നന്ദാദേവി ഈ കുന്നിനു മുകളിൽ അങ്ങനെ നിലനിൽക്കുന്നത്. പാർവതിയുടെയും ദുർഗാദേവിയുടെയും അവതാരമായിട്ടാണ് നന്ദാദേവിയെ ഇവിടുത്തുകാർ കരുതുന്നത്. 30 രൂപയുടെ ഒരു ചെറിയ എൻട്രി ഫീസ് കൊടുത്തിട്ട് നമുക്ക് അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കിടക്കാം. അമ്പലത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഈ 30 രൂപ അവർ ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ വെച്ച് നടക്കാറുള്ള ഉത്സവം വളരെ പ്രശസ്തമാണ്. സമീപ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെല്ലാം വന്ന് ഈ അമ്പലത്തിൽ ഒത്തുകൂടും. ഇതൊരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾക്ക് വളരെ വലിപ്പമുണ്ട്. ക്ഷേത്രത്തിന്റെ പിറകുവശത്ത് ചെങ്കുത്തായ മലനിരകളും മുൻവശത്ത് കാടുമാണ്. ഈ കാഴ്ചകൾ തന്നെ ഓരോ സന്ദർശകന്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി പ്രദാനം ചെയ്യുന്നു. ഈ കാണുന്നതാണ് നന്ദാദേവി ക്ഷേത്രം. ഇപ്പോൾ നട അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റും ഞാൻ വെറുതെ ഒന്ന് നടന്നു.
മഞ്ഞുകാലത്ത് ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവുമെല്ലാം മഞ്ഞിൻ്റെ അടിയിലാകും. ആ സമയത്ത് വേറിട്ടൊരു കാഴ്ചയായിരിക്കും ഇവിടെ സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും പ്രദാനം ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പിറകിലുള്ള മലകളിലൊക്കെ ഓരോ ചെറിയ ഗ്രാമങ്ങളാണ്. അവിടെയൊക്കെ മലകൾ കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. നിരപ്പായ ഭൂമിയുടെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് ടെറസ് ഫാമിംഗ് ആണ് ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന കൃഷിരീതി. നിഴലും വെളിച്ചവും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക കാഴ്ചാനുഭവമാണ് ഈ കൃഷിഭൂമികൾ ഓരോ സന്ദർശകനും തരുന്നത്. കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഈ മലകളെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഇവിടുത്തെ ജനം പ്രകൃതിയോടൊപ്പം ജീവിക്കാനുള്ള അവരുടെ കഴിവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാടിനും മലകൾക്കുമിടയിലുള്ള ഈ കൊച്ചു ക്ഷേത്രം ഇവിടുത്തുകാരുടെ പ്രകൃതി സ്നേഹം ഒന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ്. ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒന്നുകൂടി കണ്ടിട്ട് ഞാൻ തിരികെ എൻ്റെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങി. നന്ദാദേവി ക്ഷേത്രത്തെ പറ്റിയുള്ള എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്. മുൻഷേരിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതുവരേക്കും നമസ്കാരം.